ഹായ് ഡേയ്സ്, എല്ലാവർക്കും പൊന്നു കല്ലേക്ക് സ്വാഗതം. അപ്പോൾ അതേ പുതിയ പ്ലാന്റ്സ് നമ്മൾ ജൈവ രീതിയിൽ പിടിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒത്തിരി സഹകരിച്ചു. അപ്പോൾ അവരോട് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ നമ്മളിനി അടുത്ത ഫസ്റ്റ് നമുക്കൊരു 100-200 പേർക്കുള്ള ഇതായിരുന്നു, തേകളായിരുന്നു റെഡി ആയത്. അപ്പോൾ അത് ഫുൾ ഓർഡറായി, എല്ലാവരും മേടിച്ച് തീർന്നു. അപ്പോൾ അടുത്ത ഹെൽത്തായി വന്നപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പോകുന്നോളൂ, ഓടി വരൂ എന്നൊക്കെ പറയാനേ എനിക്ക് പറ്റുള്ളൂ കേട്ടോ. വെച്ചാൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള വെറൈറ്റി, അതായത് നല്ല വെയിലത്തൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ വെറൈറ്റീസാണ് നമ്മൾ ഇപ്രാവശ്യം റെഡി ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടേ, ഇങ്ങനെ നിന്നാലേ കാണാൻ ഭംഗിയുള്ളൂ. ഇതുപോലെ നല്ല ബുഷായിട്ട് നമുക്ക് മനസ്സിന് എന്താ കുളിർമ തോന്നില്ല. അതായത് ഒരു 10 വെറൈറ്റി ഒന്ന് ഇതുപോലെ ഓരോ ചട്ടിയിലൊന്ന് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തി. അപ്പോൾ രാവിലെ ആണെങ്കിലും ഒന്ന് എണീറ്റ് വരുമ്പോൾ എന്ത് ഭംഗിയല്ലേ, നമുക്ക് ഇതിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നുകയില്ല, അതുപോലത്തെ ഭംഗിയാണ് കേട്ടോ. ഇപ്പം ഇത് ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്താണ് കേട്ടോ. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ ഇതുപോലെ മദർ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് പിടിപ്പിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് പിടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്നത് സ്പീഡ് ആൻഡ് സേഫിലാണ്. അപ്പോൾ 2-ാം ദിവസം കേരളത്തിൽ എവിടെയും കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ അവർ കോൺടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ പോയി കളക്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ നിങ്ങൾ നമ്മുടെ ഓർഡർ ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് ഒത്തിരി ഇങ്ങനെ ഓർഡർ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് അയക്കാൻ തന്നെ മെസ്സേജ് തരാൻ പറ്റാത്തൊരാൾ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ അയക്കുന്ന ദിവസം നിർത്തി തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളാണ്. അപ്പോൾ നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടേക്കണം, അയച്ചോന്നൊന്ന് ചോദിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അതിന് റിപ്ലൈ തരുവേ. അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, മാക്സിമം കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ സ്പീഡ് ആൻഡ് സേഫിൽ വിളി വരുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് കറക്റ്റായിട്ട് മേടിച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാതെ വരുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് ഇടുകയൊക്കെ ചെയ്യണം കേട്ടോ. ഒന്ന് സഹകരിക്കണം എല്ലാവരും. അപ്പോൾ ഇതൊക്കെ കൊണ്ടോ തിങ്ങി നിറഞ്ഞുണ്ടാകുന്ന വെറൈറ്റി കണ്ടോ, ഇങ്ങനെ കണ്ടാൽ നമ്മുടെ കയ്യിലുള്ളതുപോലെ തോന്നും, പക്ഷേ റെയർ വെറൈറ്റീസാണ് കേട്ടോ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വെയിലത്തും മഴയത്തും ഒക്കെ വെക്കാൻ പറ്റിയ നല്ല വെറൈറ്റീസാണ്. അപ്പോൾ ഇതിന് പോട്ടിമിസൊക്കെ അറിയാലോ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എന്നാലും ഒന്നുകൂടെ പറഞ്ഞേക്കാം. കൂടുതൽ മണ്ണിൽ സാധാ മണ്ണ്, അല്പം ചാണകപ്പൊടി, ചകിരിച്ചോറ് മസ്റ്റായിട്ട് ആഡ് ചെയ്യണം, സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. ഇതൊക്കെ എന്ത് രസമാണെന്നൊക്കെ ഇതിൻ്റെയൊക്കെ ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ 10 കളറാണ് നമ്മൾ കൊടുക്കുന്നത് ഈ കോമ്പോയിൽ. 5 കളർ വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കും, 10 കളർ വേണം അങ്ങനെയും കൊടുക്കും കേട്ടോ. 10 കളർ എടുക്കുന്നതിൽ ഏറ്റവും നല്ലതാണ്. അതിനകത്താകുമ്പോൾ ഒന്നും മാറ്റി നിർത്താനില്ല, എല്ലാം അടിപൊളി വെറൈറ്റീസാണ് കേട്ടോ. അതുപോലെ നിറഞ്ഞ് പൂക്കളുണ്ടാകുന്നതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ഫെർട്ടിലൈസർ കൊണ്ട് നിങ്ങൾക്ക് ഈ പൂക്കൾ നിറഞ്ഞുണ്ടാകുന്ന ഒരു ഫെർട്ടിലൈസർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ. 10 പ്ലാന്റ്സ് എടുക്കുന്നവർക്കുള്ള 5 എടുക്കുന്നവർക്കില്ല, 10 പ്ലാന്റ്സ് ഒന്നിച്ചെടുക്കുന്നവർക്കാണ് ഫെർട്ടിലൈസർ നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജിൽ കൂടെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി. പോട്ടിമിക്സ് ആണെങ്കിലും എന്ത് കാര്യങ്ങൾ അറിയണമെങ്കിലും നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്നത്, ഇച്ചിരി താമസിച്ചാലും നമ്മൾ റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ. ഓക്കെ. എല്ലാം നല്ല വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ശരിക്കും നമ്മൾ വാങ്ങി വെക്കേണ്ടത് നമുക്ക് നല്ല നിറഞ്ഞ് പൂക്കളുണ്ടാകുന്ന ഓൾസം വെറൈറ്റി ആയിരിക്കണം മേടിച്ച് വെക്കേണ്ടത്. അതുകൊണ്ടാണ് എപ്പോഴും ഈ പറയുന്നതിൻ്റെ കാരണം. ഇതൊക്കെ ഉണ്ട്, നല്ല വെയിലത്ത് തന്നെയാണ്. ഇപ്പോഴത്തെ വെയിൽ ഞങ്ങളുടെ സ്ഥലം ഇടുക്കിയാണ്. ഒത്തിരി പേര് ചോദിക്കാറുണ്ട് സ്ഥലം എവിടെയാണ്. ഞങ്ങളുടെ സ്ഥലം ഇടുക്കി രാമക്കൽമേടാണ്. അപ്പം ഇവിടെ ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ ഇവിടെയും ഭയങ്കര ചൂടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് നല്ല വെയിലത്ത് നമ്മുടെ മുറ്റത്താണെങ്കിലും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഞാൻ വെച്ചേക്കുന്നത്. പക്ഷേ ഞാൻ രാവിലെ എന്ത് ചെയ്യും, രാവിലെ കറക്റ്റ് ഞാൻ നല്ല വെയിൽ വരുന്നതിന് വെള്ളം കൊടുത്തിരിക്കും, മസ്റ്റായിട്ട് ഞാൻ കൊടുത്തിരിക്കും. അതുപോലെ ഉച്ചയ്ക്കും അതുപോലെ 3 നേരം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതുപോലെ ഫ്രഷ് ആയിട്ടിരുന്നോളും. ഓക്കെ. പിന്നെ കഴിവതും നിങ്ങൾ ഷെയ്ഡി വെക്കും. ഇപ്പോൾ നമ്മുടെ ഒരു പ്ലാന്റ്സ് ഇപ്പോൾ നമ്മൾ അയച്ച് നിങ്ങളുടെ കൈ കിട്ടിയാൽ അത് കുറച്ച് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് എനർജി ഇപ്പോൾ വന്നതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ വൈകുന്നേരം കുഴിച്ച് വെക്കാളെ. എന്നിട്ട് ഷെയ്ഡ് 2 ആഴ്ചത്തിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ, ഇപ്പോൾ കൂളിംഗ് ആണ് കൂടുതൽ ഈ പ്ലാന്റിന് ഇഷ്ടം. എന്നാൽ അത്യാവശ്യം ഒരു 2 മണിക്കൂറൊക്കെ വെയിൽ ഡയറക്റ്റ് അല്ല, ലൈറ്റായിട്ട് കിട്ടിയാൽ മാത്രമേ അത്രേ ഉള്ളൂ. പിന്നെ DAP എന്ന് പറഞ്ഞ വളം കൊടുക്കുക കേട്ടോ. 2 ആഴ്ച കഴിയുമ്പോൾ അത് മേടിച്ചിട്ട് 2 ഉന്തരിയൊക്കെ ഇട്ട് കൊടുക്കുക. ഏറ്റവും പൂക്കൾ നിറഞ്ഞുണ്ടാകുന്ന ഒരു ഫെർട്ടിലൈസറാണ്. ഇതുകൊണ്ട് ഇതൊക്കെ വെറൈറ്റി ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഈ കോമ്പോയിൽ ഈ കളേഴ്സ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളേതായാലും കാണുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ കളർ പറയണ്ട. അതുകൊണ്ടാണ് വേറെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയത്. എല്ലാം അടിപൊളി, ഇതെല്ലാം ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഇപ്പോൾ നമ്മൾ റെഡിയായി ഇരിക്കുന്നത്. അപ്പം ധൈര്യമായിട്ട് വാങ്ങാം. അപ്പോൾ പെട്ടെന്ന് പോകുന്നുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നുണ്ട് കേട്ടോ. എന്നാലും പേടിക്കേണ്ട, നമ്മൾ പിന്നെ വെറൈറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡിയാകുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുവേ. ഇതൊക്കെ നോക്കിയാൽ എന്ത് തീക്കാനല്ല, നേരിട്ട് കണ്ടാലും അടിപൊളിയാണ് കേട്ടോ. നല്ല കട്ടയ്ക്കുണ്ടാവും ഈ ഫ്ലവർ, നല്ല ഭംഗിയാണ്. ഒത്തിരി ഹൈറ്റും ഇല്ല, പക്ഷേ നല്ല ബുഷായിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇച്ചിരി വലുപ്പമുള്ള ചട്ടി സെലക്ട് ചെയ്യുക. അപ്പോൾ നല്ല ബുഷായിട്ട് നല്ല അടിപൊളിയായിട്ട് കയറി വരുവേ. ഓക്കെ.
പിന്നെ ഇതിൻ്റെ കട്ടിങ്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിടിപ്പിക്കാൻ അറിയാവുന്നവർക്ക് പിടിപ്പിച്ചെടുക്കാം. നല്ല രീതിയിൽ ഇതുപോലെ ഓരോ കട്ടിങ്സ് എടുത്ത് പിടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ പ്ലാന്റ് പോകാതിരുന്നോളും. എന്നാന്ന് പറഞ്ഞാൽ 1.5 വർഷം ഗ്യാരണ്ടി ഉണ്ട് നമ്മുടെ പ്ലാന്റിന് ഇതുപോലെ ഫ്ലവറായിട്ട് നിൽക്കാൻ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്ത് ഇതുപോലെ വെക്കാം. അല്ലെങ്കിൽ അതിൽ നിന്ന് കട്ടിങ്സ് പിടിപ്പിച്ച് വേറെ പ്ലാന്റ് ആക്കിയെടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുക കൂടുതലും. ഓക്കെ. എന്നാലും ഈ ബോൾസ് നിങ്ങൾ ഒത്തിരി അതും ചെടി വെക്കാതെ ഈ ബോൾസൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് പരിപാലിച്ച് അടിപൊളിയാണ്. എപ്പോഴും ഫ്ലവറാണ്. എപ്പം മുറ്റത്ത് നോക്കിയാലും നിറഞ്ഞ് പൂക്കളായിട്ട് നിൽക്കും. ഇതൊക്കെ നല്ല റെയർ വെറൈറ്റീസാണ്. എല്ലാ തൈകളുണ്ട്. അതുകൊണ്ട് വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ. വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്കപ്പോൾ തൈ ഏതാണെന്ന് നോക്കണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് തരാനായിട്ടുള്ള തൈ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്നുണ്ട്. ട്രെയിലാണ് നമ്മളിത് പിടിപ്പിച്ചേക്കുന്നത്. ഇതുകൊണ്ട് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള നല്ല പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. സ്പീഡ് ആൻഡ് സേഫിൽ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ്, നല്ല ശിഖരങ്ങൾ. ഇതൊക്കെ ഒന്ന് പോട്ടി മിക്സിൽ പറയുന്ന പോലെ അങ്ങ് ചെയ്ത് വെച്ചാൽ മതി. 2 ആഴ്ച കഴിയുമ്പം ഇപ്പം നമ്മൾ പറയുന്ന പോലെ പോട്ട് നിറഞ്ഞ് പിന്നെ പൂക്കളാകാൻ തുടങ്ങും. നല്ല ഭംഗിയാണ്. ഇതിനൊക്കെ വെള്ളം മതി കേട്ടോ. വെള്ളം ഇച്ചിരി DAP കിട്ടിയാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. പിന്നെ ഒരു എക്കാലസ് എന്നൊക്കെ പറയുന്നൊരു വളക്കടയിൽ മേടിക്കാൻ കിട്ടും. അത് ഇടയ്ക്ക് 1 ലിറ്റർ വെള്ളത്തിൽ അല്പം ഒഴിച്ചിട്ട് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഈ പ്രാണികൾ അങ്ങനെയുള്ള പെസ്റ്റിസൈഡ് അങ്ങനെയൊന്നും പിന്നെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതൊരു ചെറിയൊരു ബോട്ടിൽ മേടിക്കാൻ കിട്ടും, ചെറിയ കുപ്പിയിൽ. അത് മേടിച്ച് കയ്യിൽ സ്റ്റോക്ക് എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. അതൊരു 10 ദിവസം കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് എന്നാ രസമെന്ന് നോക്കി. അതുകൊണ്ട് ആ സെൻറ്റർ വൈറ്റും റെഡും കൂടെ വരുന്ന വെറൈറ്റിയാണ്. ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് പല കളറായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ആദ്യം കാണിച്ച മദർ പ്ലാന്റിൻ്റെ അതേ ഇതാണ്. ഇതൊക്കെ നല്ല മജന്തായും ഡബിൾ ഷെയ്ഡിൻ്റെ ഒക്കെ കണ്ടത് നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് എല്ലാം. കണ്ടോ ധൈര്യമായിട്ട് വാങ്ങാം. എന്നാ ക്യൂട്ടാന്ന് നോക്കി. ഇതുപോലെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങളുടെ കൈ കിട്ടും. ഒരു ഡാമേജും ഇല്ല. 4 ദിവസം വരെ ഇരുന്നാൽ ഈ പ്ലാന്റിന് ഒരു കംപ്ലൈൻറ്റും വരില്ല കേട്ടോ. അതാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നതിൽ പ്രത്യേക നമ്മൾ ആ രീതിയിലാണ് ഇത് പിടിപ്പിച്ചെടുത്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങാം. ദൂരെ നിന്നെല്ലാം ഓർഡർ വരുന്നുണ്ട്. എല്ലാവർക്കും വാങ്ങാം കേട്ടോ. തമിഴ്നാടൊക്കെ ഉണ്ട്. ഓക്കെ.